അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉമ്മമാരെക്കുറിച്ച് പറയുന്ന അത്ര ഉപ്പമാരെക്കുറിച്ച് സാധാരണ കേൾക്കാറില്ല. ഉമ്മൻ്റെ ത്യാഗം വളരെ വലുത് തന്നെയാണ്, ഒരു സംശയമല്ല. പക്ഷെ ഉപ്പക്കും ഒരു കുട്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ സഹിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വീടിൻ്റെ എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളും അവിടുത്തെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അത് മുഴുവനും പരിഹരിക്കുവാനുള്ള ചുമതല പിതാവിൻ്റേതാണ്. അപ്പോൾ മക്കൾ വലുതായി വരുമ്പോൾ അവരുടെ പഠനത്തിന്, അവരുടെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പെടുത്തണം. വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുള്ള പണം ഉണ്ടാക്കണം. മാസം തികയുമ്പോൾ കറണ്ട്, അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള മറ്റ് സൗകര്യങ്ങൾ, ഇതിനൊക്കെ പണം വേണം. കുട്ടികൾ പഠിക്കാൻ ചേരുമ്പോൾ ഫീസ് വേണം. ഇങ്ങനത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിതാവാണ്. അപ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ത്യാഗമാണ് ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഭാര്യമാർക്കുണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ തിരിച്ച് ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അധികം പറയാറില്ല, പറയേണ്ടി വരാറില്ല. ഇതിന് ഒരു കാരണമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾക്കെല്ലാം പരാതി പറയാൻ ഭർത്താവുണ്ട്. എന്നാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പരാതി പറയാറില്ല. കാരണം അയാളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ അത് ഒതുക്കി വെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം അത് വേറൊരാളോട് പറയുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പറയുമ്പോൾ എന്തു ചെയ്യും, അത് അയാളുടെ ഒരു നിസ്സഹായതയായി, കഴിവുകേടായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബം ഭദ്രമാണ്, ഞാനെല്ലാം ഭംഗിയായി നോക്കിക്കൊണ്ടുപോകുന്നു എന്ന് പറയാനാണ് എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടം. അതുകൊണ്ട് ഒരു ഭർത്താവും തൻ്റെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ തൻ്റെ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഒരിക്കലും പറയില്ല. അത് അയാളുടെ ഒരു അഭിമാനമായി കൊണ്ടുനടക്കും. അതേപോലെ തന്നെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിൻ്റെ അത്താണിയാണ്. അവരാണ് എല്ലാ പ്രശ്നവും പരിഹരിക്കേണ്ട ആളുകൾ. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചൊക്കെയാണ് പറയേണ്ടി വരിക. അതുകൊണ്ട് അവരും അതിൻ്റെ പരാതി പറയുന്നതിലേക്ക് പോവാറില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം അവർക്കൊന്നും പ്രശ്നങ്ങളില്ല, ഒരു പ്രയാസങ്ങളുമില്ല എന്നൊരിക്കലും മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും അതേപോലെ തന്നെ ആരാണെങ്കിലും ഈ പിതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മനോവിഷമങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു പക്ഷേ പറയാറുണ്ട്, ടെൻഷൻ എന്ന് പറഞ്ഞാൽ, മാനസിക പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ അത് വാർദ്ധക്യത്തിൻ്റെ പകുതിയാണ്. അതായത് ഒരാൾക്ക് 50 വയസ്സാണെങ്കിൽ അയാൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് 100 വയസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അയാളെ വേട്ടയാടുക. 25 വയസ്സാണെങ്കിൽ 50 വയസ്സിൻ്റെ അത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. മറ്റൊരു പണ്ഡിതൻ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും, ദേഷ്യമെല്ലാം മനസ്സിൽ നിന്ന് പുറത്തോട്ടാണ് വളരുക എന്ന് പറഞ്ഞാൽ, ദേഷ്യമുള്ള ആൾ ആ ദേഷ്യം അയാൾ എന്ത് ചെയ്യും, പ്രകടിപ്പിച്ച് പുറത്ത് കളയും. എന്നാൽ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളിലേക്കാണ് വരിക. അത് മനുഷ്യനെ കൊന്നു കളയാണ് ചെയ്യുക. വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ പെട്ടെന്നുള്ള അറ്റാക്കായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ടൊക്കെ വന്ന് അയാൾ തളർന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ സാധാരണ പുരുഷന്മാർക്ക് ഇതൊക്കെയാണ് സംഭവിക്കാനുള്ള സാധ്യത. പെട്ടെന്ന് വയസ്സാവും, അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ട അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട, പിതാവിന് വേണ്ട എല്ലാവിധ പരിഗണനകളും എല്ലാവിധ കാര്യങ്ങളും ലഭിക്കുന്നത് 2 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്ന് ഭയം കൊണ്ടാണ്. ഭർത്താവിന് ഭയന്ന് ഭർത്താവിന് വേണ്ട സേവനങ്ങളെല്ലാം കൃത്യതയോടുകൂടെ ചെയ്യുന്ന സഹോദരിമാരുണ്ട്. അതായത് അയാൾക്കത് കിട്ടിയില്ലെങ്കിൽ അയാൾ പൊട്ടിത്തെറിക്കും, അയാൾ പ്രശ്നമാക്കും എന്ന നിലക്ക് സമയത്ത് വസ്ത്രം, സമയത്ത് നാസ്ത, സമയത്ത് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആ കൃത്യതയോടുകൂടെ ഭയപ്പെട്ടിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ പൊതുവെ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി സാധിച്ചു പോകും. അതല്ലെങ്കിൽ അവരതിനോട് പ്രതിഷേധിക്കും, അപ്പോൾ കാര്യങ്ങൾ നടന്നു പോകും. എന്നാൽ ഇത്തരം സ്വഭാവങ്ങൾ സാധാരണ പെരുമാറുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ, അവർ ഈ ഭാര്യമാരുടെ ജീവിതത്തെക്കുറിച്ചോ
അവിടെ അവസ്ഥകളെക്കുറിച്ചോ അവിടെ തിരക്കിനെക്കുറിച്ചോ മനോവിഷമങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. നമ്മളെ കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സമീപനം യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വീട്ടിലുള്ള സമാധാനവും അവിടുത്തെ സ്വസ്ഥതയും സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അങ്ങനത്തെ ആളുകൾക്ക് അവിടെ അവകാശങ്ങൾ കിട്ടും. പിന്നെ സ്വാഭാവികമായി എന്താണെന്ന് വെച്ചാൽ വളരെ സ്നേഹം കൊണ്ട്, അതായത് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും അയാളുടെ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തരുത് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇത് രണ്ടുമല്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതായത് ഭാര്യമാരുടെ അവസ്ഥകളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ശരിക്കും മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അവരെ നന്നായി പരിഗണിക്കുകയും അവരുടെ ഓരോ വേദനകളിൽ പങ്കുചേരുകയും അവരുടെ ജോലി ഭാരത്തിൽ പങ്കുചേരും, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരും, അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരും. ഇങ്ങനെയെല്ലാം കണ്ടറിയുകയും ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും എന്തായിരിക്കും, ഭാര്യയുടെ ഒരു വിഷമവും ലോഡും കുറക്കുക എന്നുള്ളതൊക്കെ അവരെപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ, അത് വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവും. അതായത് ബാക്കിയുള്ള എല്ലാവരുടെ കാര്യങ്ങളും നടന്നാലും നമ്മുടെ കാര്യങ്ങൾ അത്ര നടക്കേണ്ടതില്ല, കാരണം അവർക്കൊരു ഭാരം വരണ്ട എന്ന നിലക്ക് പരമാവധി ചെയ്യും. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് കിട്ടേണ്ട മിനിമം അവകാശങ്ങളും മിനിമം സ്നേഹവും ഒരു പക്ഷേ അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാവും. തീർച്ചയായും അത് അവരെ വളരെയധികം മാനസികമായി വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും വീടുകളിൽ എന്ത് ചെയ്യണം, ഭർത്താക്കന്മാരെയും പിതാക്കളെയും ഒക്കെ വളരെ പ്രത്യേകമായി പരിചരിക്കാൻ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മക്കളും ഭാര്യയും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരാണ് നമ്മുടെ കുടുംബത്തിലെ നെടുന്തൂൺ. അവരെ ആശ്രയിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷവും ആരോഗ്യവുമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം. അവർ നമ്മുടെ കൂടെ കൂടുതൽ കാലം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭംഗിയായി മുന്നോട്ട് പോവുക എന്നുള്ള നിലക്കും. പിന്നെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന കാര്യത്തിന് വലിയ പ്രതിഫലം കിട്ടുന്നത് ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനത്തിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്, സ്വർഗമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ പിതാവിനോട് കാണിക്കുന്ന വാത്സല്യത്തിനും സ്നേഹത്തിനും ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾ പുണ്യം ചെയ്യുന്നതിൻ്റെ പ്രതിഫലമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പരിഗണനയും സ്നേഹവും അവർക്ക് നൽകുവാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.